പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് അർഷികയാണ്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. അന്ന് പണ്ടൊരിക്കൽ ഒരു അമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആരും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കരുത്, അമ്മ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. അപ്പൊ കുഞ്ഞുങ്ങൾ അമ്മ വന്നു ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പൊ പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് ചൊല്ലാം, ആ പാട്ട് കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. ഇത് പാട്ട് പാടി: കുഞ്ഞാര മക്കളെ തലവീത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നൊരമ്മടൻ പൂക്കളെ സാക്ഷായി എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ സാക്ഷാജനനിയെ ഉള്ളിൽ കടക്കുവിൻ. എന്നിട്ട് അമ്മയോട് ചീറ്റിത്തരം പോയി. അതൊക്കെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിനവിടെ ഇരുന്നൊരു ചുവട്ടിലിരുന്ന് ഒരു കുറുക്കൻ തുളുമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറുക്കൻ അമ്മയോട് ചീറ്റി തേടാൻ പോയതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുറുക്കൻ വന്ന് പാടി: കുഞ്ഞാര മക്കളെ തലവീത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നൊരമരൻ പൂക്കളെ സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ സാക്ഷാജനനിയെ ഉള്ളിൽ കടത്തുവിൻ. എന്നിട്ട് കുഞ്ഞുങ്ങൾ സാക്ഷാ നീക്കി വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറിയോടി. കുറുക്കൻ എല്ലാവരും എടുത്ത് പിടിങ്ങിട്ട് കുറേ ദൂരത്തോട്ട് പോയി. എന്നിട്ട് കൈ നിറയെ പലഹാരവുമായി അമ്മയാട് തിരിച്ചെത്തി. അപ്പോൾ അമ്മയാട് വന്ന് പാടി: കുഞ്ഞാര മക്കളെ തലവീത്ത മക്കളെ പുല്ലിൽ കളിക്കുന്നൊരമ്മരൻ പൂക്കളെ സാക്ഷായി എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ സാക്ഷാജനനിയെ ഉള്ളിൽ കടക്കുവിൻ. വാതിൽ തുറന്നില്ല. വീണ്ടും തട്ടി നോക്കി. വാതിൽ തുറന്നു. കുറുക്കന്റെ കാൽപ്പാടുകൾ താഴെ കണ്ടു. കാരണം കുറുക്കൻ ആ മരത്തിന്റെ അവിടെ നിറയെ ചെളിയായിരുന്നു. ആ ചെളി ചവിട്ടിയിട്ടാണ് അകത്ത് കയറിയത്. കുറുക്കന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് ആ കുറുക്കനാണെന്ന് മനസ്സിലായപ്പോ ആ കുറുക്കന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോയി. കുറുക്കൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പൊ കുറുക്കൻ അമ്മയാട്